എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകുന്ന ദക്ഷയാഗ പുണ്യഭൂമിയായ കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങാറായി. ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം പൂജ നടക്കുന്ന ക്ഷേത്രമുണ്ട്. അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തു മാത്രം താൽക്കാലികമായി ഉണ്ടാക്കുന്ന യാഗശാലകളാണ്. ദക്ഷയാഗം നടന്ന ഭൂമിയാണ് കൊട്ടിയൂരെന്ന് പറയപ്പെടുന്നു. പ്രകൃതിയും ഈശ്വരനുമെല്ലാം ഒന്നാവുന്ന 28 ദിവസങ്ങൾ. ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും അധികം ആളുകൾ എത്തുന്നത് ഇവിടെയാണത്രേ. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. ദക്ഷയാഗത്തിന് പരമശിവനെ മാത്രം ഒഴിച്ചു നിർത്തിയതിൽ മനംനൊന്ത് പാർവതീദേവി ആത്മാഹുതി ചെയ്തു. കോപാകുലനായ പരമശിവൻ ജട പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്ന് വീരഭദ്രൻ ജനിച്ചു. യാഗശാലയിലെത്തിയ വീരഭദ്രൻ സകലതും നശിപ്പിച്ചു. ദക്ഷൻ്റെ ശിരസ്സറുത്തു. യാഗം മുടങ്ങിയാലുള്ള ഭവിഷ്യത്ത് പരമശിവനെ അറിയിച്ചുകൊണ്ട് വിഷ്ണുവും ബ്രഹ്മാവും കൈലാസത്തിലെത്തി. വീരഭദ്രൻ്റെ കോപം ശമിപ്പിച്ച് ചിന്നിച്ചിതറിയ തലയ്ക്കു പകരം ആടിൻ്റെ തല കൂട്ടിച്ചേർത്ത് ദക്ഷന് പുനർജന്മം നൽകി. യാഗം പൂർത്തീകരിക്കുകയും ചെയ്തു. ശിരസ്സറുത്ത വാള് എത്തിച്ചേർന്നത് വയനാട് ജില്ലയിലെ മുതിരേരിയിലാണ്. എല്ലാ വർഷവും കൊട്ടിയൂർ ഉത്സവം തുടങ്ങുന്നതിനു മുന്നെയായി മുതിരേരി ക്ഷേത്രത്തിൽ നിന്നും വാള് എഴുന്നള്ളിച്ച് എത്തും. മൊഴിയോട് തറവാടുകാരാണ് ഇപ്പോൾ ഈ വാൾ എഴുന്നള്ളിക്കുന്നത്. ദക്ഷൻ്റെ താടിയാണത്രേ ഓടപ്പൂവായി കണക്കാക്കപ്പെടുന്നത്. ഓടപ്പൂവ് വീടുകളിൽ കൊണ്ട് സൂക്ഷിച്ചാൽ ഒരു വർഷത്തേക്ക് വീട്ടിൽ ഐശ്വര്യമുണ്ടാവും എന്നൊക്കെ പറയപ്പെടുന്നു. ദേവരക്ഷകനായി വീരഭദ്രനെ കണക്കാക്കുന്നതുകൊണ്ടാണത്രേ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്രപാലകനായി വീരഭദ്രനെ പ്രതിഷ്ഠിച്ചു കാണുന്നത്. ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് പിന്നെ ആളും അനക്കവും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നിർമ്മിച്ച യാഗശാലകളും പ്രകൃതിയോട് ചേരും. നായാട്ടിനെത്തിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ അമ്പിന് മൂർച്ച കൂട്ടാൻ കല്ലുരച്ചപ്പോൾ ഇവിടെ രക്തം കണ്ടുവെന്നും അതിനുശേഷം ഇവിടെ ഒരു ദൈവചൈതന്യം കണ്ടെത്തിയതാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. രുധിരമൊഴുകിയ ചിറയാണ് പിന്നീട് തിരുവഞ്ചിറ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ചെറുജലാശയം തിരുവഞ്ചിറ, ഇതിനു ചുറ്റിലുമാണ് യാഗശാലകൾ നിർമ്മിക്കുന്നത്. എല്ലാ വിഭാഗക്കാർക്കും ഇവിടെ ഓരോ സ്ഥാനങ്ങളുണ്ട്. അവരോരോ സ്ഥാനപ്പേരുകളിലുമാണ് അറിയപ്പെടുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാണ് കൊട്ടിയൂരിൽ. മണത്തണയിൽ നിന്നും ഭണ്ണാരം എഴുന്നള്ളിച്ച് കൊട്ടിയൂരിലേക്കെത്തും. നെയ്ക്കിണ്ടികളിൽ നെയ്യും നിറച്ച് നെയ്യാട്ടത്തിനായി കൊട്ടിയൂരിലേക്ക് എത്രയോ ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം എത്തുന്ന ഭക്തരെ കാണാം. ഇളനീർക്കാവുകളുമായി ഇളനീരാട്ടത്തിന് വരുന്ന തീയ സമുദായത്തിൽപ്പെട്ട ഭക്തർ. ഇതൊക്കെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയുള്ള ആ 28 ദിവസങ്ങൾ. ഭണ്ണാരം എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാം. അതുപോലെ മകം നാൾ ഉച്ചശിവേലിക്ക് ശേഷം അവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ചോതി നാൾ സന്ധ്യയ്ക്ക് മുതിരേരി വാൾ ഇക്കരെ കൊട്ടിയൂരിലെത്തിയാൽ ഉത്സവം ആരംഭിക്കും. അതിനുശേഷമാണ് നെയ്യാട്ടം നടക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വിശേഷ ദിവസങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ജൂൺ 8 നെയ്യാട്ടം, ജൂൺ 9 ഭണ്ണാരം എഴുന്നള്ളത്ത്, ജൂൺ 15 തിരുവോണം ആരാധന, ജൂൺ 17 ഇളനീർ വെപ്പ്, ജൂൺ 18 ഇളനീരാട്ടം,
അഷ്ടമി ആരാധന. ജൂൺ 20 രേവതി ആരാധന. ജൂൺ 24 രോഹിണി ആരാധന. ജൂൺ 26 തിരുവാതിര ചതുശ്ശതം. ജൂൺ 27 പുണർദം ചതുശ്ശതം. ജൂൺ 28 ആയില്യം ചതുശ്ശതം. ജൂൺ 30 മകം കലം വരവ് കലശപൂജ. ജൂലൈ 3 അത്തം ചതുശ്ശതം വാളാട്ടം കലശപൂജ. ജൂലൈ 4 തൃക്കലശാട്ട്. ജൂൺ 9 അർദ്ധരാത്രി ഭണ്ണാരം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പും ജൂൺ 30 മകം നാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. തൃക്കലശാട്ടിന് ശേഷം മുതിരേരിയിൽ നിന്നും എഴുന്നള്ളിച്ചു വന്ന വാള് തിരിച്ച് എഴുന്നള്ളിക്കുന്നതോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കും. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്താൻ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയാണ്. കൊട്ടിയൂർ പെരുമാളെ കാണാൻ വരുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും. മണി